നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഇ.ഡി. വീണ വിജയൻ്റെ ടി വീണയുടെ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ താഴെ മൊത്തം മോരികളുടെ ആക്രമണമാണ്. അതെ. വീണ വിജയൻ്റെ കേസിൽ ഇ.ഡി. തൽക്കാലം വെള്ളിയാഴ്ച വരെ ഒന്നും ചെയ്യണ്ട. കാരണം CMR കൊടുത്ത ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ച നടപടി തടഞ്ഞിട്ടുണ്ട്. ആ ഹർജിയിലെ അന്തിമ വിധി വെള്ളിയാഴ്ച വരും. അപ്പോൾ അതുവരെ എന്തായാലും വീണ ഒന്നും ചെയ്യേണ്ട എന്നൊരു ഇളവ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ ഇ.ഡി. കുരുക്ക് മുറുക്കുകയാണ്. അതായത് നേതാക്കളെ, ഈ കേസിന് പ്രേരിപ്പിച്ച നേതാക്കളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച ഇ.ഡി. ഇപ്പോൾ കേസിൽ കക്ഷി ചേരുകയാണ് അല്ലേ? ഹൈക്കോടതിയിൽ ഇ.ഡിയും കക്ഷി ചേരുകയാണ്. എന്തിനാണത്? ഈ നേതാക്കളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ്. ശരിക്കും ഇവരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമോ, അതോ ഇവിടെ ജില്ലാ ജയിലിൽ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ പ്രവർത്തകർ കിടക്കുന്ന അവിടെ തന്നെയാണോ ഇ.ഡി. ഉദ്ദേശിക്കുന്നത്? അല്ല, ആദ്യം വരേണ്ടത് ഈ കേസിൽ ഏതൊക്കെ വകുപ്പ് ചുമത്തും എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കോടതി ചൂണ്ടിക്കാണിച്ചതനുസരിച്ചാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റം, ഇതിനെ ഇ.ഡി. ആക്രമിക്കുന്നത് രാജ്യദ്രോഹ വകുപ്പിൽ പെടുത്താവുന്ന കുറ്റമാണ് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3 കോടതിയിലെ ആ വനിതാ മജിസ്ട്രേറ്റ് മരിയ ജോസ്. അതെ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ പോലീസ് ഇടുന്ന ഈ വകുപ്പുകളെല്ലാം മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയത്തിൽ എൻ്റെ ഇപ്പോഴുള്ള അറിവനുസരിച്ച് തീർച്ചയായിട്ടും NIA-യുടെ ഒരു ഇടപെടൽ ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. NIA നേരിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷേ NIA അന്വേഷിക്കുന്നില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ CBI അന്വേഷണം, അങ്ങനെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം വന്നില്ല എന്നിരിക്കട്ടെ, പക്ഷേ അവർ ഇൻ്റർഫിയർ ചെയ്യും, അവർ ഇടപെടും. ഇന്ന വകുപ്പുകൾ ചുമത്തണം എന്നവർ ആവശ്യപ്പെടും, അവർ നിർദ്ദേശിക്കും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല, നിയമവിദഗ്ധരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും ഉപദേശം കൊടുക്കും. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് അപകടം വരും. നിങ്ങൾ എന്തുകൊണ്ട് അന്നത് ചെയ്തില്ല എന്ന് ഒരു ചോദ്യം പിന്നീട് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് ഉയർന്നാൽ അത് തീർച്ചയായിട്ടും സർക്കാരിനും മറ്റും നാണക്കേടാണ്. അതായത് PVയുമായിട്ട് ഒത്തുകളിച്ചു എന്ന ആക്ഷേപം വരും. തീർച്ചയായിട്ടും ആ ആക്ഷേപം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു, ഇപ്പോൾ BJP 3 സീറ്റ് ജയിച്ചതോടുകൂടി അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. നിസ്സാരം ഒരു സ്കൂൾ കെട്ടും തകർന്നു ആ മുന്നണി കൂട്ടുകെട്ട് നമ്മളിപ്പോൾ കണ്ടു. അതായത് UDF LDF ഒന്നും അല്ല അതിന്റെ ഉത്തരവാദിത്തം. കുറ്റം പറയേണ്ട കാര്യമില്ല. BJP കുറ്റം. കാരണം 2 മാസം മുമ്പ് അധികാരത്തിലേറിയ 4 മാസം മുമ്പ് അധികാരത്തിൽ കയറിയ BJP കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇരിക്കട്ടെ, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പോലീസിൻ്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാ നടപടികളും വളരെ സൂക്ഷ്മമായിരിക്കും. അവർക്ക് പരിക്കുണ്ടാകാത്ത വിധത്തിൽ, ഗവൺമെൻറ്റിന് ചീത്തപ്പേരുണ്ടാകാത്ത വിധത്തിലായിരിക്കും അവർ കൈകാര്യം ചെയ്യുക. അപ്പോൾ അതിപ്പോൾ ഒരർത്ഥത്തിൽ കോൺഗ്രസ്സിനിവിടെ കേരളത്തിൽ ഇനി BJP വളരുന്നതാണ് നല്ലത്. കാരണം ഞാൻ പറയാം, BJPക്ക് ഇപ്പോൾ 3 സീറ്റേ ഉള്ളൂ. BJP അടുത്ത ഇലക്ഷനിൽ മത്സരിച്ചാലും ഒരു പക്ഷേ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായേക്കാം, സീറ്റ് കൂടി വന്ന്. CPMൻ്റെ LDFൻ്റെ തകർച്ച സംഭവിക്കുകയും അതിനുള്ള ധാരാളം സാധ്യതകളുണ്ട്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ CPMഉം CPIയും തമ്മിൽ വലിയ കോലാഹലത്തിലാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുത്തില്ല, ഒരു മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിണറായി വിജയൻ കൊടുക്കില്ല. കാരണം പിണറായി വിജയൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഇനി ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ധാർമ്മികമായ കടമകൾ, ഉത്തരവാദിത്വങ്ങൾ ഒക്കെ നിർവഹിക്കുന്ന PV എത്ര നാൾ അത് തുടർന്നു പോകും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കാണുമോ എന്നൊരു സംശയമുണ്ട്. ഇരിക്കട്ടെ,
അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ കേസുകളും കാര്യങ്ങളും എല്ലാം മീൻസ് സഭയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും CPM-ൻ്റെ ഒരു അവർ പറയുന്നൊരു ഇതൊരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഒരു ആലങ്കാരിക പദവിയാണ്. നിയമസഭയിൽ അതിങ്ങനെ പദവി അവിടെ ഇല്ല. പക്ഷേ CPIക്ക് ഇടത് മുന്നണിക്കുള്ളിൽ ആ ഒരു പദവി അവർക്ക് മസ്റ്റാണ്. അല്ല, അത് അവരത് ആഗ്രഹിക്കുന്നു. അത് പിണറായി വിജയൻ കൊടുക്കണ്ടേ? അതെ, പിണറായി വിജയൻ അത് കൊടുത്താലല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ CPM CPI ഒരു ഇത് എത്ര കാലം അതൊരു മുന്നണിയായിട്ട് നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. CPIക്ക് പണ്ടും UDF-നൊപ്പം പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPIയുടെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നതാണ്, മുഖ്യമന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ആ ചരിത്രമൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. എന്തായാലും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി BJP വളർന്ന് പടിപടിയായിട്ട് വളർന്ന് ഒരു പ്രതിപക്ഷമായി മാറി പിന്നെ ഭരണമൊക്കെ പിടിക്കണമെങ്കിൽ കാലം കുറേ എടുക്കും. അത്രയും കാലം UDF-ന് കോൺഗ്രസ്സിന് സുഗമമായിട്ട് ഭരണം കൊണ്ടുപോകാം. ഒരു 10 അല്ല, ഒരു പക്ഷേ 15 വർഷം വരെ അവർ വിചാരിച്ചാൽ അത് കൊണ്ടുപോകാൻ പറ്റും. അതെ, ഈ കോൺഗ്രസിൻ്റെ തമ്മിലടി, കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് അല്ല, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിൽ തമ്മിലടി ഇല്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇല്ലെന്നാണ്. അല്ല, അതുകൊണ്ട് തന്നെ നേതാക്കള് ചെറു ഗ്രൂപ്പുകളാണ്. സ്ഥാനത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്ര സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ, ഓരോരോ ഗ്രൂപ്പ്, ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇവരെല്ലാം ഇലക്ഷൻ എടുക്കുമ്പോൾ ചില നേതാക്കളെ ചുറ്റിപ്പറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പിന്നീട് ഇവർക്ക് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കും, അതിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്നു, തിരിച്ചു പോകും. ഇത് ജനങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. അവരാഗ്രഹിക്കുന്ന സമാധാനപൂർണമായൊരു ജീവിതം കേരളത്തിൽ ഉണ്ടാകുമോ? കേരളത്തിൽ മാറ്റങ്ങൾ വരുമോ? വികസനം സംഭവിക്കുമോ? തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുമോ? കുട്ടികൾക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുമോ? ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച കോഴ്സുകൾ ഇവിടെ ഉണ്ടാകുമോ? ഇതൊക്കെയാണ് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനത്തെ ഒട്ടനവധി ജനകീയ വിഷയങ്ങളുണ്ട്. അവർക്ക് അതേ ഉള്ളൂ. അല്ലാതെ കോൺഗ്രസിൻ്റെ തമ്മിലടിയൊന്നും. പിന്നെയും CPM-നുള്ളിൽ വിഭാഗീയത എന്ന് പറഞ്ഞാൽ വാർത്ത കേൾക്കാനെങ്കിലും ജനം ചെവി കൂർപ്പിക്കും. ഇനി അതുമില്ല. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. കോൺഗ്രസ്സിന് തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഒരു 10-15 വർഷം കേരളം ഭരിക്കാം, മര്യാദയ്ക്കിരിക്കണം. പക്ഷേ ചില കാര്യങ്ങളിൽ മിനിമം ഒരു എന്താ പറയുക, കാര്യങ്ങൾ ചെയ്തു പോകണം. അതെ, ശരത്ചന്ദ്ര പ്രസാദ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞപ്പോൾ അത് പറയാൻ ഞാൻ വിട്ടുപോയി. ശരത്ചന്ദ്ര പ്രസാദ് ആഞ്ഞടിച്ചിട്ടുണ്ട് യൂസഫ് അലിക്കെതിരെ. ഞാൻ കടകംപള്ളിക്ക് വേണ്ടി വോട്ട് മറിച്ച് തന്നെ തോൽപ്പിച്ചത് ശരത്താണെന്ന് പറഞ്ഞിട്ടൊരു യൂസഫ് അലിയാണ്. അതെ, യൂസഫ് അലിയാണ് ശരത്തിന്റെ ഒരു ആരോപണമുണ്ട്. അല്ല, അത് കോൺഗ്രസ്സിൽ അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിലപാടൊന്നും മയപ്പെടുത്താൻ പോകുന്നില്ല. നിലപാട് മയപ്പെടുത്തിയാൽ അത് കോൺഗ്രസിൻ്റെ നാശമാണ്. എൻ്റെ ഒരു വിലയിരുത്തലിൽ CPM-നെ വളരാൻ അനുവദിച്ചാൽ അത് കോൺഗ്രസ്സിനൊരു വെല്ലുവിളി. കാരണം കോൺഗ്രസ്സിന് ഇവിടെ എതിർക്കാൻ കഴിയുന്ന ശക്തി ഏതാണ്? ഈ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം കാണും. 5 കൊല്ലത്തിന് കൊണ്ട് ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ തക്കവണ്ണമുള്ള ശേഷിയും മിഷനറിയും ഒക്കെ ഉള്ള ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ ഒക്കെ CPM-ആണ്. ഈ CPM ഇപ്പോൾ 26 സീറ്റേ കിട്ടിയുള്ളൂ, CPM തകർന്നു പോയി, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. ഈ 5 വർഷം കൊണ്ട് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് CPM കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM-ആണ് നിങ്ങളുടെ മുഖ്യ ശത്രു. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു CPM-ആണ്. ആ CPM-നെ എങ്ങനെയെല്ലാം രാഷ്ട്രീയമായി തകർക്കാമെന്നുള്ളതായിരിക്കും ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ചിന്തിക്കുക. VD സതീശൻ ബുദ്ധിമാനാണ്. VD സതീശൻ അറിയാം, അവരിവിടെ ഈ BJP എന്ന് പറയുന്ന ഒരു ഉമ്മാക്കി കാണിച്ച് BJPക്ക് എതിരായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നു, മതേതര രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും ആത്യന്തികമായിട്ട് അവർക്കറിയാം
ഇവിടെ CPM ആണ് നമ്മുടെ മുഖ്യ ശത്രു. അതുകൊണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് തീർച്ചയായിട്ടും. ഇനി അടുത്ത പടി സംഭവിക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഈ പറഞ്ഞ CPM നേതാക്കളെ ടാർഗറ്റ് ചെയ്യും. അതിനു മുമ്പ് 300 കണ്ടാലറിയുന്ന 300 പേരുണ്ട് ആ പ്രതി പട്ടികയിൽ. പക്ഷേ 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് ടാർഗറ്റ്. അതിലാണ് എനിക്കൊന്നൊരു 16 പേരെ 25ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ആളെ കിട്ടിയിട്ടില്ല. കിട്ടും. ബാക്കി ആളെ അവരുദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. MV ഗോവിന്ദൻ തുടങ്ങി ഇങ്ങറ്റത്തെ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അതിപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരാണെന്ന് എനിക്കറിയില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അകത്താണ് IP ബിനു, പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ളവരെ കേസിൽ പ്രതി ചേർത്തിരിക്കും. അവരെ ഈ ദൃശ്യങ്ങളുണ്ട്. ഗൂഢാലോചന നടന്നു, ആസൂത്രണം നടന്നു, അക്രമം ആസൂത്രിതമാണ് എന്ന് തെളിയിക്കാനായിരിക്കും പോലീസിന്റെ അടുത്ത. കാരണം പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ AKG സെന്ററിൽ പെട്ടെന്നൊരു യോഗം ചേർന്ന് ആ എല്ലാ നേതാക്കളും ആ യോഗം ചേർന്നതിന് തന്നെ ഒരു ആസൂത്രണത്തിന്റെ സ്വഭാവമുണ്ട്. കാരണം ഇതാണ്, ഇവിടെ വാസ്തവത്തിൽ വീണയല്ല, വീണയിലൂടെ ആ വീണയ്ക്ക് ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു ബന്ധുത്വമുണ്ടല്ലോ, ആ ബന്ധുത്വത്തിലേക്കാണ് അന്വേഷണം പോകുന്നത് EDയുടെ. അത് വളരെ കൃത്യമാണ്. ഈ എക്സാലോജിക്കും CMRLുമായിട്ട് എന്താണ് ഇടപാട്, നിങ്ങൾ എന്ത് സേവനം കൊടുത്തു? വീണ ഇടനിലക്കാരി മാത്രമാണ്. വീണ വാസ്തവത്തിൽ ഒരു ഇടനിലക്കാരിയാണ്. വീണയല്ല, വീണയുടെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നതിന് കാരണം വീണയുടെ ബന്ധുത്വമാണ് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുത്തേ മതി. പണം എങ്ങോട്ടൊക്കെ പോയി എന്നുകൂടി അന്വേഷിക്കണം. അത് ഞാൻ പറയുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഭാവിയിൽ ഈ അന്വേഷണം PVക്ക് നേരെ, PV എന്ന പിണറായി വിജയന് നേരെ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം ബ്ലോക്ക് ചെയ്യാനാണ് ഇവർ ഈ കളിയെല്ലാം കളിച്ചതും ഈ ED അറ്റാക്ക് ചെയ്തതും ഒക്കെ. ഇനിയിപ്പോൾ കേരളത്തിൽ പല കലാപരിപാടികളും തുടങ്ങും. അത് മുമ്പ് കഴിഞ്ഞ 10 വർഷം നിർത്തിവെച്ചിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടങ്ങും. BJP RSS സംഘർഷം, ഈ CPMന്റെ ഇവരുമായിട്ട് സംഘപരിവാരമായിട്ടുള്ള തൂവാല കൊണ്ടിട്ടതുപോലെ അങ്ങനത്തെ കലാപരിപാടികളെല്ലാം ഇനിയിപ്പോൾ കേരളത്തിൽ തുടങ്ങും. പക്ഷേ അവിടെ ഉയരുന്നൊരു ചോദ്യം, അതിനെ VD സതീശൻ ഗവൺമെൻറ് എങ്ങനെ നേരിടും? 1. 2, ഇതൊക്കെ ചെയ്യാനുള്ളൊരു ആരോഗ്യം CPMന് ബാക്കിയുണ്ടോ? കണ്ണൂർ ജില്ലയിൽ പോലും അവർ വലിയ രീതിയിൽ 2 വിമതന്മാർ ജയിച്ചു വന്നു. ഇനി പഴയതുപോലെ പാർട്ടി അണികൾ മണ്ടന്മാരൊന്നുമല്ല. ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനും ഇവർ പറയുന്നത് കേട്ട് ഗുണ്ടാസംഘം നടത്തുന്ന കൊലപാതകങ്ങൾക്ക് പാർട്ടിക്കാർ പോയി പിടികൊടുക്കാനും ഒന്നും പഴയതുപോലെ ഒന്നും ആളെ കിട്ടത്തില്ല. ഈ തിരുവനന്തപുരത്തെ സംഭവത്തോടെ ഇനിയിപ്പം ലിസ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇനി നടക്കില്ല. അത് CPM അവർ തിരിച്ചറിയാൻ ഒരു സത്യം തിരിച്ചറിയാൻ ഏറ്റവും കുറഞ്ഞത് 20 കൊല്ലം എടുക്കും. അതുകൊണ്ട് നേതാക്കൾ അതിൻ്റെ ഇടയിൽ കിണഞ്ഞു പരിശ്രമിക്കും. അതൊക്കെ പറയും. ഇപ്പം തന്നെ KK രാഗേഷൊക്കെ പറയുന്നത് കേട്ടില്ലേ, CPMന് UDFനെ BJPക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം UDFൻ്റെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും BJPയുടെ കൂടെ വരില്ല. അതേസമയം LDFനൊപ്പം നിൽക്കുന്നവരാണ് BJPക്കൊപ്പം പോകാൻ സാധ്യതയുള്ളത്. പച്ചയ്ക്ക് വർഗീയത പറയല്ലേ വെച്ചാൽ മറ്റത് ന്യൂനപക്ഷങ്ങളാണ്, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, അവർ BJPക്കൊപ്പം പോകില്ല. LDFനൊപ്പം നിൽക്കുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെല്ലാം BJPയുടെ കൂടെ വേണമെങ്കിൽ പോകും. അപ്പോൾ പാർട്ടിയെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ്, കുറ്റസമ്മതം കൂടിയാണ്. അല്ല, അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നത് അതാണ്. LDFൻ്റെ ഇന്നത്തെ അണികൾ പതുക്കെ ഞാൻ പറയണ ഒറ്റയടിക്ക് ഇത് സംഭവിക്കുമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ്സിന് 15 വർഷം കേരളം ഭരിക്കാനുള്ള അസുലഭ ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അവർ കുറച്ച് തന്ത്രപരമായിട്ട്, കുറച്ച് ഒരു മെയ്വഴക്കത്തോടു കൂടി, ഒരല്പം സമാധാനത്തോടു കൂടി ഞങ്ങൾക്ക് 10-15 വർഷം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ അണികളും നേതാക്കളും ഒക്കെ വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് പോയാൽ ക്രമാനുഗതമായിട്ട് BJP ഒരു വശത്ത് വളർന്നു വരും, മറുവശത്ത് CPM ഇല്ലാതാവും. കോൺഗ്രസ്സിന് ഒരു നീണ്ട കാലം കേരളം ഭരിക്കാം. അതിന്റെ തുടക്കമാണ് ഈ ED കേസ് എന്ന് വേണമെങ്കിൽ. ED കക്ഷി ചേരുന്നതിന്റെ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ കക്ഷി ചേരുന്നത് എന്തായാലും ഈ ഗൂഢാലോചന നടത്തിയ അല്ലെങ്കിൽ പ്രവർത്തകരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ആ സ്ഥലത്തുണ്ടായിരുന്ന സംസ്ഥാന നേതാക്കളെ തീർച്ചയായിട്ടും ആ നേതാക്കളെ പ്രതിപട്ടികയിൽ പെടുത്തണമെന്ന് ED വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ, ED നിർദ്ദേശിച്ചു കഴിഞ്ഞല്ലോ. ഇനി അത്
കേരള പോലീസ് എത്ര കണ്ട അനുസരിക്കും? കേരള പോലീസ് അതിനെന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ഉഴപ്പോ മെല്ലെപ്പോക്കോ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇതുകൂടി വരണം അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ ഇത് അതാണ് ഞാൻ പറഞ്ഞത്, പോലീസിന്റെ കയ്യിലാണ്. ഇനി പന്തിപ്പോൾ വി.ഡി. സതീശന്റെ കോർട്ടിലാണ്. അദ്ദേഹത്തിന് ഗോൾ അടിക്കാം, ഒരു പ്രശ്നവുമില്ല. ഗോൾ അടിച്ചാൽ CPM പെട്ടു. അതാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.